ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്ന നത്തിങ് ഫോൺ 4A എന്ന് പറഞ്ഞ മൊബൈലാണ്. അപ്പോൾ ഇതാണ് ആ ഒരു ഫോണിൻ്റെ ഒരു ഡിസൈൻ വരുന്നത്. ഇതാണ് ബാക്ക് ഡിസൈൻ വരുന്നത്. നമുക്ക് 3 ക്യാമറ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു മൊബൈലാണിത്. ബ്ലാക്ക് കളർ ഫോണാണ് നമ്മളിന്ന് ജസ്റ്റ് റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്യാമറ വരുന്ന മെയിൻ ക്യാമറ 50 മെഗാ പിക്സലിൻ്റെ 2160p സപ്പോർട്ട് ചെയ്യുന്ന ക്യാമറയാണ് ഇതിന് വരുന്നത്. അതുപോലെ 5080 mAh ബാറ്ററി വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു സൈഡ് വ്യൂ വരുന്നത്. കർവായിട്ടുള്ള ഡിസൈനൊന്നുമില്ല, ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസൈനാണ് വരുന്നത്. ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് പവർ ബട്ടൺ, അതുപോലെ തന്നെ വോളിയം അപ്പ് ആൻഡ് ഡൗണിൻ്റെ ബട്ടൺ കാണുവാനായിട്ട് സാധിക്കുന്നതാണ്. ഇത് നമുക്ക് സെക്കൻഡറി നോയിസ് ക്യാൻസലേഷൻ്റെ ബട്ടനോടെ കാണുവാനായിട്ട് സാധിക്കും. ഫ്രണ്ടിൽ ഗ്ലാസും അതുപോലെ തന്നെ നമുക്ക് സൈഡിൽ പ്ലാസ്റ്റിക് ഫ്രെയിമാണ് വരുന്നത്. അതുപോലെ ബാക്കിലും ഗ്ലാസ് ആണ് വരുന്നത്. ഫ്രണ്ടും ബാക്കും ഗ്ലാസ് വരുന്നുണ്ട്. അതുപോലെ ഫ്രണ്ടിൽ നമുക്ക് ഗൊറില്ല ഗ്ലാസ് 7i എന്ന് പറഞ്ഞ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു സ്ക്രീൻ വരുന്നത്. നമുക്ക് സ്ക്രീൻ നോക്കുകയാണെങ്കിൽ AMOLED സ്ക്രീനാണ്. 1 ബില്യൺ കളേഴ്സ് ഉണ്ട്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. HDR10+ സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് 1600 നിറ്റ്സിൻ്റെ ഒരു ഡിസ്പ്ലേ സപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. നല്ല രീതിയിലുള്ള ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 6.78 ഇഞ്ചിൻ്റെ സ്ക്രീനാണ് വരുന്നതിന്. 87.2% സ്ക്രീൻ ടു ബോഡി റേഷ്യോയും വരുന്നുണ്ട്. പിന്നെ ഡിസ്പ്ലേയുടെ പ്രൊട്ടക്ഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് പറഞ്ഞ പോലെ കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് 7iയുടെ പ്രൊട്ടക്ഷൻ ഉണ്ട്. MOHS ലെവൽ 5 ആണ് വരുന്നത്. അൾട്രാ HDR ഇമേജ് സപ്പോർട്ടും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ക്യാമറയുടെ ഒരു സെക്ഷൻ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ 50 മെഗാ പിക്സലിൻ്റെ നമുക്ക് മെയിൻ ക്യാമറ വരുന്നുണ്ട്. f1.9ൻ്റെ ഒരു 24mm വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. അതുപോലെ PDAF OIS കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നമുക്ക് പെരിസ്കോപ്പിക് ടെലോഫോട്ടോനുള്ള ആ ഒരു ക്യാമറയും വരുന്നുണ്ട് ഇതിനകത്ത്. പിന്നെ മൂന്നാമത്തെ ക്യാമറ 50 മെഗാ പിക്സലിൻ്റെ ക്യാമറയും മൂന്നാമത്തെ ക്യാമറ 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. 4K 30 FPS വരെ സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ നമ്മളൊരു ഫോട്ടോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലാണ് വരുന്നത്. നമ്മളിത് പോർട്രേറ്റ് മോഡിലാണ് ഇപ്പോൾ ഒരു ഫോട്ടോ എടുത്തത്. അപ്പോൾ അത്യാവശ്യം നല്ല ക്ലാരിറ്റി കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെനുവിൻ്റെ ഒരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. സെറ്റിങ്സിൽ പോവുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഫോണിൻ്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ അവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. നമ്മൾ റിവ്യൂ ചെയ്യുന്ന മോഡൽ നത്തിങ് ഫോൺ 4A, അതുപോലെ നത്തിങ് OS 4.1 ആണ് വരുന്നത്. 8GB 128GB സ്റ്റോറേജ്, 8GB റാം, അതുപോലെ 128GB സ്റ്റോറേജിൻ്റെ മൊബൈലാണ് നമ്മളിന്ന് റിവ്യൂ ചെയ്യുന്നത്. അതുപോലെ ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 7S Gen 4 ആണ് ഇതിൻ്റെ ചിപ്സെറ്റ് വരുന്നത്. ഒക്ടാ കോർ 1.2 GHz നമുക്ക് സപ്പോർട്ട് വരുന്നുണ്ട്. GPU വരുന്നത് Adreno 810 ആണ്. നല്ല ക്വിക്കായിട്ടുള്ള ഒരു യൂസർ ഇൻ്റർഫേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇത് ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ UFS 3.1 ആണ് നമുക്ക് വരുന്നത്. ഡിസൈൻ ആണെങ്കിലും കർവെല്ലാം തന്നെ ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര നമുക്ക് ഹാൻഡി ആയിട്ട് തോന്നുന്നുണ്ട്. കയ്യിൽ നല്ല രീതിയിൽ ഒതുങ്ങിയിരിക്കുന്നുണ്ട് ഫോൺ. ഫ്ലാറ്റ് ആയിട്ടുള്ള ആ ഒരു എഡ്ജസ് ഒക്കെ വരുന്നതുകൊണ്ട് നല്ല രീതിയിൽ നമുക്ക് ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ പവർ ബട്ടണും വോളിയം ബട്ടണിലെല്ലാം തന്നെ നമുക്ക് ഒരു കൈ വെച്ചിട്ട് തന്നെ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ലൈറ്റ് വെയിറ്റ് ആണ് വരുന്നത്. ഞാൻ ആദ്യം പറഞ്ഞാൽ നമുക്ക് വെയിറ്റ് വരുന്നത് 204.5 ഗ്രാമാണ് വരുന്നുള്ളൂ. 7.23 OZ ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. 204 ഗ്രാമാണ് വെയിറ്റ് വരുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഹോൾഡ് ചെയ്യാൻ സാധിക്കും. പിന്നെ നമുക്ക് ഇതിനകത്ത് ഗ്ലിഫ് ഇൻ്റർഫേസ് ലൈറ്റ് വരുന്നുണ്ട് ഇതിൻ്റെ റിയർ പോർഷനിലായിട്ട്. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ നമുക്ക് വലതുവശത്തായിട്ട് കാണാൻ സാധിക്കും. നമുക്കത് നോട്ടിഫിക്കേഷനും കാര്യങ്ങളെല്ലാം വരുന്ന സമയത്ത് നമുക്കത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. കോൾസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ രീതിയിൽ നമുക്ക് അതിൻ്റെ ബ്രൈറ്റ്നസ് എത്ര രീതിയിലുള്ള ആ ഒരു ബ്രൈറ്റ് വേണമെന്നുള്ളത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ സെറ്റിങ്സിൽ പോയാൽ ആ ഒരു ഗ്ലിഫ് ലൈറ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ്.
അപ്പോൾ ഇതിൻ്റെ ഒരു നിലവിലുള്ള OS വരുന്നത് ആൻഡ്രോയിഡ് 16 ബേസ് ചെയ്തിട്ടുള്ള നത്തിങ് OS 4.1 ആണ് വരുന്നത്. നമുക്കൊരു 3 മേജർ അപ്ഡേറ്റ്സ് ഇതിന് ലഭിക്കും എന്നാണ് നത്തിങ് പറയുന്നത്. അപ്പോൾ വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട് ഇതിനകത്ത്. 1600 നിറ്റ്സിൻ്റെ ഒരു ബ്രൈറ്റ്നെസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള ആ ഒരു ഡിസ്പ്ലേ വ്യൂവും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ഡിസൈൻ്റെ ഒരു സെറ്റപ്പ് നമുക്ക് വൈറ്റ് കളറാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് എടുത്തറിയാനായിട്ട് സാധിക്കും. നമുക്ക് ഈ ഫോണിലെടുത്ത സാമ്പിൾ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇത് നമ്മളിതിൻ്റെ മെയിൻ ക്യാമറ വെച്ചിട്ട് ഷൂട്ട് ചെയ്ത ഫുട്ടേജാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 4Kയിൽ 30 FPS വെച്ചിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ സാമ്പിൾ വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്കിതിൻ്റെ ഓഡിയോ ടെസ്റ്റ് നടത്തി നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ ആ ഒരു ക്യാമറയുടെ ടെസ്റ്റ് വരുന്നത്. 4K 30 FPS നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ ആ ഒരു വീഡിയോൻ്റെ ആ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നത്. ഉണ്ടോ, നല്ല രീതിയിലുള്ള ഒരു ക്വാളിറ്റി നമുക്ക് ലഭിക്കുന്നുണ്ട് വീഡിയോയ്ക്ക്. അപ്പോൾ ഇത് ഫോണിൻ്റെ ഇൻറ്റേർണൽ മൈക്ക് എന്നുള്ള ഒരു ഓഡിയോ ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ മെയിൻ ക്യാമറ വെച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ ക്യാമറ വെച്ചിട്ട് കിട്ടുന്ന ഒരു വീഡിയോൻ്റെ ക്ലാരിറ്റി. അപ്പോൾ ഞങ്ങൾ മൂവ് ചെയ്തുകൊണ്ട് ഷൂട്ട് ചെയ്താലും അത്യാവശ്യം നല്ല ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിയ ഫോണാണിത്. ഓക്കെ, നിങ്ങളൊരു വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാനോ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റിയൊരു മൊബൈലാണ് നത്തിങ് ഫോൺ 4A. അപ്പോൾ ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടി കാണുമെന്ന് കരുതുന്നു. നല്ല ഫോക്കസും കാര്യങ്ങളെല്ലാം ഉണ്ട്. ബാക്ക്ഗ്രൗണ്ട് നല്ല രീതിയിൽ ബ്ലർ ചെയ്യുന്നുണ്ട്. ഹലോ, അപ്പോൾ നത്തിങ് ഫോൺ 4A വെച്ചിട്ടുള്ള വീഡിയോ ടെസ്റ്റാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫോണിൻ്റെ ഇൻറ്റേർണൽ മൈക്ക് വഴി റെക്കോർഡ് ചെയ്യുന്ന സൗണ്ടാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വേറെ മൈക്കൊന്നും കണക്ട് ചെയ്തിട്ടില്ല. ഫോണിൻ്റെ ഇൻറ്റേർണൽ ഓഡിയോ വഴി കേൾക്കുന്ന സൗണ്ടാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് എങ്ങനെയാണെന്നുള്ളത്. വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ രീതിയിലായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 60 FPS വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സാമ്പിൾ വീഡിയോ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഈ ഒരു ഫോണിലെടുത്ത സാമ്പിൾ ഫോട്ടോസ് ഞാനിവിടെ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ പ്രൈമറി ക്യാമറ വെച്ചിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഓക്കെ, നല്ല രീതിയിലുള്ള ക്ലാരിറ്റിയും കാര്യങ്ങളെല്ലാം ലഭിക്കുന്നുണ്ട്. നല്ല ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ബ്ലറും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ ഇന്നത്തെ ചെറിയൊരു ഇൻഫർമേഷൻ വീഡിയോ. അപ്പോൾ ഈ ഒരു ഫോണുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും കമൻറ്റിൽ ചോദിക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് ആയിരിക്കുന്നത് ഏകദേശം 1200 AED ആണ്. നമ്മളിത് ദുബായിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. 1200 AED ആണ് ഇതിൻ്റെ പ്രൈസ് ആയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ ഇനിയും കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.